എനിക്കറിയാം നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ടോപ്പ് സിംഗർ തുടങ്ങാനുള്ള കൃത്യസമയമാകുമ്പോൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഒത്തിരി നല്ല പാട്ടുകൾ കേൾക്കാനും കുട്ടിക്കുറുമ്പുകളുടെ വിശേഷങ്ങളൊക്കെ അറിയാനും വേണ്ടിയിട്ട്. ഇന്നും നമ്മൾ ഒരുപാട് സർപ്രൈസുകളുള്ള ഒരുപാട് നല്ല നല്ല സന്തോഷമുള്ള ഒരു എപ്പിസോഡിലേക്കാണ് പോകാൻ പോകുന്നത്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം മധു അങ്കിൾ, MJ അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. വെൽക്കം. ടോപ്പ് സിംഗർ വേദിയിൽ മെലഡി റൗണ്ടിൽ പാടാനായിട്ട് നമ്മുടെ നന്ദനക്കുട്ടി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം നന്ദന ഓൺ സ്റ്റേജ്. ഹലോ. ഹലോ. നന്ദനന്ദനം അതെ, ഭജേ നന്ദനന്ദനം. എന്താ അത് കേൾക്കാതെന്ന് ഓർക്കിരുന്നു. എന്നാണ്ട് വിശേഷം? നല്ല വിശേഷം. ആണോ? സുഖായിരിക്കുന്നു. സുഖായിരിക്കുന്നു. അച്ഛനും കസിനെല്ലാം വന്നിട്ടുണ്ട്. അതാണ് വിശേഷം. ഹായ്. ഹലോ. ആഹാ. ശരി, നമസ്കാരം. ഹലോ ഹലോ. ഹായ് ഹായ് ഹായ്. ഓക്കേ. അച്ഛനെ ആദ്യമായിട്ടല്ലേ കാണുന്നത്? ആ അതെ. നമുക്കെല്ലാം വലിയ അഭിമാനമാണ് കേട്ടോ നന്ദന. അച്ഛൻ എന്ത് പറയുന്നു? മ്യൂസിക്കലി കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടല്ലേ? കണ്ടോ അച്ഛൻ പറഞ്ഞില്ലേ? അതാണ് അച്ഛൻ മിത വാക്കുകൾ മാത്രമേ മിതഭാഷിയാന്ന് തോന്നുന്നു. അല്ലേ? അതുപോലെയാണ്. പക്ഷെ അച്ഛൻ പറയുന്ന ഓരോ വാക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എൻ്റെ അച്ഛൻ്റെ ഒരു പ്രത്യേകത ഇതുപോലെയാണ്. കച്ചേരിയും ഇതൊക്കെല്ലാം പാടുമ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് അച്ഛനോട് ചോദിക്കും എങ്ങനെയുണ്ട്. ഇത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇതെന്താ എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്നാണ്. അപ്പൊ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അച്ഛൻ പിന്നെയും പറയും അതെന്താന്ന് പറഞ്ഞാൽ ഒരിക്കലും പെർഫെക്ഷനിൽ നമ്മൾ എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പെർഫെക്ഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതേസമയം അച്ഛൻ പല ആൾക്കാരോടും പറയും അവൻ നന്നായിട്ട് പാടി കേട്ടോ എന്ന് പറയും. അതുപോലെയാണ് അച്ഛനും. ഞാനും എന്റെ മക്കളുടെ അടുത്ത് അങ്ങനെ ആ രീതിയിൽ തന്നെയാ. അപ്പൊ അവർ ഇമ്പ്രൂവ് ചെയ്തോണ്ട് നമുക്ക് അഭിമാനം ഉണ്ടെങ്കിലും. അപ്പൊ അച്ഛന് വലിയ അഭിമാനമാണ് കേട്ടോ നന്ദനക്കുട്ടി. അപ്പൊ ഏതാണ് പാട്ട്? അരളിയും കദളിയും. അരളിയും കഥലും തമ്മിൽ എന്താ ബന്ധം? ഇപ്പൊ അറിയാം നമുക്ക്. തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അറിയാം. അറിയായിരിക്കും അല്ലേ? അത് ഡീറ്റെയിൽസ് പറഞ്ഞോ വേഗം. മൂവി ജാതകം, മ്യൂസിക് സോമശേഖരൻ സർ, ലിറിക്സ് ONV കുറുപ്പ് സർ, പാടിയത് ചിത്രാമ്മ, ഇയർ 1989. വെരി ഗുഡ്. ഈ സിനിമയിലല്ലേ ഒരു ഉഗ്രം പാട്ടുണ്ടല്ലോ സോമൻ ചേട്ടൻ ചെയ്ത പുളിയിലക്കരയോലും പുടവ ചുറ്റി കുളിർ ചന്ദനത്തോടുകൂറി ചാർത്തി. ആഹാ. യെസ്, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ സർ.
നന്ദനക്കുട്ടി, ഓ നല്ല സെലക്ഷനാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ പാട്ട്. താങ്ക് യു സർ. നന്ദനയുടെ വോയിസിന്റെ ഒരു പ്രത്യേകതയുണ്ട്, നല്ല രസമാണ് കേൾക്കാൻ. എനിക്ക് തോന്നി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അരളിയും കദളിയും പൂവിടും പൂവിടും ഉം. പൂവിടും കാടിന്റെ അതിന് കറക്റ്റ് പിച്ചായിരിക്കണം, കറക്റ്റ് നോട്ടായിരിക്കണം. ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഇങ്ങനെ സ്ലിപ്പായി പോയിരുന്നു. പാടി വിളിക്കുന്ന പാൽക്കടലിൻ, അത് എങ്ങനെയായിരുന്നു? പാടി വിളിക്കുന്ന ആ പാടി വിളിക്കുന്ന അതൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആക്കണം കേട്ടോ. ഓക്കെ സർ. പിന്നെ അണയുന്നു, അണയുന്നു അതിനൊക്കെ ഒരു പെർഫെക്ഷൻ എനിക്ക് വേണം തോന്നി. ബാക്കി ചില ഭാഗങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പാടിയത്. താങ്ക് യു സർ. ഈ പാട്ട് കേൾക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് കണ്ണാടിയാദ്യമായൻ ബാഹ്യരൂപം സ്വന്തമാക്കി ഗായികേ നിൻ സ്വരമെൻ ചേതനയും സ്വന്തമാക്കി. അതെനിക്കൊരു പെട്ടെന്നൊരു ഓർമ്മ വന്നു. വെള്ളை புறாவொன்று ஏங்குது கையில் வராமலே நமது கதை புது கவிதை இலக்கணங்கள் எதற்கு இல்லை வெள்ளை புறா ஒன்று ஏங்குது கையில் வராமலே உன் பார்வையில் ஓராயிரம் കവിത ഞാൻ എഴുതുവേൻ കാറ്റിൽ നാനേ. അങ്ങനെ ഇഷ്ടംപോലെ പാട്ടുകൾ. എന്റെ ഒരു ഭാഗ്യം നോക്കണേ, രണ്ടുപേരും നടുക്ക് കല്യാണിയുടെ പല പല പുഴകൾ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. തിരയുന്നു ആരെ തിരയുന്നു, ഈ പാട്ടിൽ തിരയുന്നു നന്ദനയെ തിരയുന്നു. നന്ദന എന്താണെന്ന് ഞാൻ വിചാരിക്കുന്നോ, അത് ഈ പാട്ടിൽ എനിക്ക് അത്ര അധികം കിട്ടിയില്ല. നന്ദന ഇതിൽ നിറഞ്ഞു നിൽക്കുന്നില്ല. അപ്പൊ വളരെ ബ്യൂട്ടിഫുൾ സോങ്സ് ആയിരിക്കും. അത് നമുക്ക് പറ്റിയതാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് സോങ് സെലക്ഷൻ ചെയ്യേണ്ടത്. അത് പ്രോമിസ് ചെയ്യോ? പ്രോമിസ്. ആ പിന്നെ ഈ സംഗതികളുടെ ഒരു ഡെഫിനിഷൻ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? കഴിഞ്ഞ ദിവസം പറഞ്ഞു താരസ്ഥായി വരിശകളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആ വരിശകൾ പ്രാക്ടീസ് ചെയ്യുന്നതാണോ അതിനുള്ള മെത്തേഡ് എന്നുള്ളത് ഒന്നുകൂടെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ചിന്തനീയം. അപ്പൊ ഗ്രൂമേഴ്സുമായിട്ട് ഞാനും സംസാരിക്കാം. എനിക്ക് അറിയാവുന്ന ചില ടിപ്സ് ഒക്കെ പറയാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നമുക്ക് ഒത്തുപിടിച്ചാൽ അയ്യോ ഒത്തുപിടിച്ചാൽ മലയും പോരും. അതാണ് ഒത്തുപിടിച്ചാൽ അപ്പൊ അതാണ്. കൂടുതൽ കറക്ഷൻസ് ഒന്നും ഞാൻ പറയുന്നില്ല. മധു പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. സംഗതികൾ എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് ഡിഫൈൻഡ് ആയിരിക്കണം. ആ ഡെഫിനിഷൻ കൊണ്ടുവന്നില്ലെങ്കിൽ അത്തരം പാട്ടുകൾ എടുക്കാൻ പാടില്ല. നന്ദനക്കുട്ടി സെയിം കാര്യങ്ങളാണ് ഞാനും ഇവിടെ നോട്ട് ചെയ്ത് വെച്ചത്. നന്ദനക്കുട്ടിയുടെ വോയിസ് ഭയങ്കര യുണീക്കാണ്. അതിനൊരു ഒരു ബ്രെത്ത് ഉണ്ട് അതില്. അത് ഭയങ്കര രസമാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എൻഡിലോട്ടേക്ക് ആ ക്ലാരിറ്റി കുറയുന്നതിന്റെ റീസണും ആ ഒരു കാറ്റ് കൂടുതൽ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ആ അവസാനത്തേക്ക് സ്ട്രെങ്ത് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണ് ക്ലാരിറ്റി കുറയുന്നത്. ഓക്കെ. ഓൾസോ എന്ത് ചെയ്യാം, ത്രോട്ട് മസിൽസിന്റെ സ്ട്രെങ്ത് കൂട്ടാനുള്ള കുഞ്ഞു സാധനങ്ങളൊക്കെ ചെയ്യാം. സസ്റ്റെയിൻ ചെയ്തിട്ട് എക്സസൈസസ് ചെയ്യാം. പിന്നെ നല്ലോണം പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ കിടിലരാവും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ നന്ദനക്കുട്ടിക്ക് going to be awarded 95.5 out of 100. അപ്പൊ നന്ദനക്കുട്ടി ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത പാട്ടിൽ നമുക്ക് MJ അങ്കിള് തിരയുന്ന നന്ദനക്കുട്ടിനെ കൊടുക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ബൈ. MJ അങ്കിൾ ഇനി ഒരു സൂപ്പർ പെർഫോമൻസുമായിട്ട് നമ്മുടെ അൻവിക കുട്ടി എത്തുകയാണ്. വിളിക്കാം. ഓക്കെ, ലെറ്റ്സ് വെൽക്കം അൻവിക ഓൺ സ്റ്റേജ്. അൻവി ദ മജീഷ്യൻ. ഇതാരത്? ഒരു വെറൈറ്റി അൻവിക കുട്ടി. അയ്യോ, ഇന്ദ്രജാലക്കാരിയാണല്ലേ? ഇതെന്താ ഈ വേഷത്തില് സ്പെഷ്യൽ ആയിട്ട് വരാൻ കാരണം? എനിക്കൊരു പുറത്തെടുക്കാത്തൊരു കഴിവുണ്ട്. ഞാനിങ്ങനെ മൂടി വെച്ച ടാലന്റ് എന്താ മാജിക്. ഇത് എത്ര വർഷമായിട്ട്?
വർഷം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ സ്റ്റേജിൽ ഇതുവരെ ചെയ്തിട്ടില്ല. ചെയ്യണ്ടേ, നമുക്ക് ചെയ്യണ്ടേ? ഇപ്പൊ ചെയ്യണം. എന്റെ പപ്പന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ക്ലോസ് ഫ്രണ്ടാ, ഗിരീഷ് അങ്കിള്. അങ്കിൾ ഇങ്ങനെ ചെറുപ്പം തൊട്ടേ വീട്ടിൽ വരുമ്പോ അങ്കിൾ നന്നായിട്ട് ചെയ്യും, സ്റ്റേജിലൊക്കെ ചെയ്യുന്ന. അപ്പൊ അങ്കിള് ഇങ്ങനെ ചെയ്യണ കണ്ടിക്ക് കൗതുകമായിട്ട് ഞാൻ ചോദിച്ചു നോക്കി, ഒന്ന് പഠിപ്പിച്ചു. അപ്പൊ അങ്കിള് പഠിപ്പിച്ചെന്ന് ഒരു 8 ഐറ്റമോളം പഠിപ്പിച്ചെന്ന്. അപ്പൊ ആദ്യം മാജിക്കിന്റെ മാജിക്, പിന്നെ പാട്ടിന്റെ മാജിക്. തുടങ്ങാണ് മാജിക്. സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മള്. ഓക്കെ, ഒരു മാജിക്കിന്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ പോണേ എല്ലാവരും. ചെറുതായിട്ട്. മാജിക്കിന്റെ മായാലോകത്തേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പാടുവെന്നറിയില്ല. ആളിയെ അവിടുന്ന് കൂവല് കേൾക്കും, അല്ലെങ്കിൽ കയ്യടി കേൾക്കും. ഇല്ല, ഇതെല്ലാം എം ടി ആണ്, ഒന്നുമില്ല. ഇതിലൊന്നുമില്ല, ഇതിലൊന്നുമില്ല. ബ്രെയിൻ പോലെ തന്നെ ഇതിലൊന്നും. അയ്യോ, കോൺസെൻട്രേഷൻ കളയാൻ പാടില്ല. ഇതിലൊന്നുമില്ല, ഒന്നുമില്ലല്ലോ. ഇല്ല. ഇത് ജസ്റ്റ് ഒരു കയറാണ്. കണ്ടോ? ഓക്കെ, കണ്ടു. കഴിഞ്ഞ മാജിക് 2 ആഴ്ച കാണിക്കത്തുള്ളോ? ഒന്നും കൂടെ ഞങ്ങൾക്ക് വേണ്ടി കാണിക്കൂ. ഏതാ കാണിക്കണ്ടേ? ഇഷ്ടമുള്ളത്. ഈ പറഞ്ഞ 2 റിപ്പീറ്റ് ചെയ്യാനല്ല പറഞ്ഞത്, പുതിയതെന്തെങ്കിലും കാണിക്കാൻ. അതല്ല, പുതിയത് കാണിക്കാനാ പറഞ്ഞത്. ഇവിടുന്ന് ആരെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റുമോ? ആര്യ ചേച്ചിനെ മാനേജ് ചെയ്ത് കളയാൻ പറ്റുമോ? ട്രൈ ചെയ്ത് നോക്കാം. നടക്കൊന്നറിയില്ല. പേടിയുണ്ടോ? പറഞ്ഞപ്പോ ചെറിയൊരു പേടി. No. Alhamdulillah. Stupefy. Ivanesco. അയ്യോ, Ivanesco. പദങ്ങളെ തലയിടയ്ക്ക് ഇത് മാറ്റി നോക്കിയേ. അയ്യോ, മേശടിയിലുണ്ടോ? Magic. തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? അയ്യോ, ഞങ്ങൾ ആര്യ ചേച്ചിനെ തിരിച്ചു വേണം കേട്ടോ. എനിക്ക് മാനേജ് ചെയ്യാൻ അറിയുള്ളൂ, തിരിച്ചോണ്ട് തന്നെ പഠിപ്പിച്ചില്ല. ദൈവമേ, ലൂസ് ചെയ്യാൻ പറ്റൂല. ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമുള്ള അയ്യോ, മാസം ശമ്പളം കൂടി തിരിച്ചേക്കണം ഇവിടെ. ടെൻഷനാക്കല്ലേ. ഒന്ന് ആലോചിച്ച് നോക്ക്. No. Alhamdulillah. Stupefy. ആര്യ ചേച്ചി ഇതെവിടെ വന്ന് മോളിന്നോ? എന്നെ കണ്ടില്ലേ ഇവിടുന്ന്? എവിടെയായിരുന്നു? ഞാൻ എത്ര നേരം അലറി വിളിച്ചു ഇവിടെ ഇരുന്നിട്ട് എന്നെ നോക്കൂ ആരും എന്നെ ഞാൻ തപ്പിയൊക്കെ നോക്കിയൊന്നും കണ്ടില്ല. സ്റ്റുപ്പിഡ് Stupefy. വേണ്ട, ആ മന്ത്രം ഇനി വേണ്ട, എനിക്ക് പേടിയാ. യുനെസ്കോ എന്തോ പറയണ്ടായിരുന്നല്ലോ. അയ്യോ, ആ ഭാഷ എനിക്ക് മനസ്സിലാവുന്നില്ല. ഏത് ഭാഷയാണ്? അരാമിക്കണോ? No. ഏത് ഭാഷയാണ്? I think it's Latinum. ലാറ്റിനം എന്ന് പറഞ്ഞൊരു ഭാഷ ഉണ്ടോ? ലാറ്റിൻ. Yeah. ലാറ്റിൻ. Latinum മറ്റേ എലമെന്റ് അല്ലേ? അത് പ്ലാറ്റിനം. അത് പ്ലാറ്റിനം. അതെ, എല്ലാം കൂടി കൺഫ്യൂഷൻ ആയല്ലോ. സ്നോക്സ് ഒക്കെ ഹാരി പോട്ടറിലുള്ളതല്ലേ? എനിക്ക് ഡംബിൾഡോർ അടിച്ചു മാറ്റി. അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമായോ? ഏതെങ്കിലും ഒരാള് കരിഞ്ഞു പോയാലേ ഇത് കഴിയുള്ളൂ. ഈ വേഷത്തിലാണ് പാട്ട് പാടാൻ പോകുന്നത്? അല്ലല്ല, കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യും. ഏത് പാട്ടാ പാടാൻ പോകുന്ന പാട്ട് ഏതാ? ഞാൻ അതൊരു ആക്ഷൻ ചെയ്ത് കാണിക്കാം. ചെയ്യോ? വെയില്
വെയില്. വെയില്. സൂര്യൻ. സൂര്യൻ. സൂര്യനായി തഴുകി. മാഗ്നറ്റ്. സൂര്യകാന്തം. സൂര്യകാന്തം. ആ. സൂര്യകാന്ത കല്ല്. സൂര്യകാന്ത കല്ല്. കയറി. കയറി. പടവ്. സ്റ്റെയർ. സ്റ്റെപ്പ്. സൂര്യകാന്ത കൽപ്പടവിൽ. Yes. പഴയ പാട്ടല്ലേ? Yeah, അതെ. ഷീലാമ കണ്ട് അഭിനയിച്ചത്. ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് പോക്കോളൂ. അതെ. മ്യൂസിക് ദേവരാജൻ മാഷ് ആൻഡ് പാടിയത് സുശീലാമ്മ, ലിറിസിസ്റ്റ് വയലാർ സാർ, വയലേഴ്സ്. പിന്നെ ഇയർ 1972. അപ്പൊ വേഷം മാറിയിട്ട് പെട്ടെന്ന് വരണേ. സൂര്യകാന്ത കൽപ്പടവിൽ ആര്യപുത്രന്റെ പൂമടിയിൽ നിന്റെ സ്വപ്നങ്ങളെ നീ കിടത്തിയുറക്കൂ സ്വയം പ്രഭേ സന്ധ്യേ ഉറക്കൂ ഉറക്കൂ സൂര്യകാന്ത കൽപ്പടവിൽ ആര്യപുത്രന്റെ പൂമടിയിൽ നിന്റെ സ്വപ്നങ്ങളെ നീ കിടത്തിയുറക്കൂ സ്വയം പ്രഭേ സന്ധ്യേ ഉറക്കൂ ഉറക്കൂ ശൃംഗാരകാവ്യകടാക്ഷങ്ങൾ കൊണ്ടു നീ ശ്രീമംഗലയായി. ശൃംഗാരകാവ്യകടാക്ഷങ്ങൾ കൊണ്ടു നീ ശ്രീമംഗലയായി. പൂക്കളുടെ മണമേറ്റ പുരുഷന്റെ ചൂടേറ്റ് പൂണാരമണിയാറായി. കാറ്റേ കടലേ കയ്യെത്തുമെങ്കില കൽവിളക്കിൻ തിരി താഴ്ത്തൂ തിരി താഴ്ത്തൂ സൂര്യകാന്ത കൽപ്പടവിൽ ആര്യപുത്രന്റെ പൂമടിയിൽ നിന്റെ സ്വപ്നങ്ങളെ നീ കിടത്തിയുറക്കൂ സ്വയം പ്രഭേ സന്ധ്യേ ഉറക്കൂ ഉറക്കൂ സിന്ദൂര പുഷ്പപരാഗങ്ങൾ ചാർത്തിനി സീമന്തിനിയായി. സിന്ദൂര പുഷ്പപരാഗങ്ങൾ ചാർത്തിനി സീമന്തിനിയായി. അംഗരാഗമണിഞ്ഞു നീ കണവന്റെ ഭൂമിയിൽ ആശ്ലേഷമാകാറായി. കാറ്റേ കടലേ സ്വർഗത്തിൽ നിന്നൊരു കൽപ്പകപ്പൂമഴ ചൊരിയൂ മഴ ചൊരിയൂ സൂര്യകാന്ത കൽപ്പടവിൽ ആര്യപുത്രന്റെ പൂമടിയിൽ നിന്റെ സ്വപ്നങ്ങളെ നീ കിടത്തിയുറക്കൂ സ്വയം പ്രഭേ സന്ധ്യേ ഉറക്കൂ ഉറക്കൂ അൻവിക കുട്ടി
ഓയ്. ഒരു ബൊമ്മ പോലെയാണ്. ഇങ്ങനെ തിരിയും, പിന്നെ ഇങ്ങനെ തിരിയും, പിന്നെ ഇങ്ങനെ തിരിയും, പിന്നെ ഇങ്ങനെ തിരിയും. അപ്പൊ എല്ലാവർക്കും ഫുൾ വ്യൂ കിട്ടാൻ വേണ്ടി എല്ലാ സൈഡും അതെ. തിരിഞ്ഞാണ് നമ്മൾ പാട്ട് പാടുന്നത്. നമുക്ക് പുതിയൊരു പേരിടാം, ആ. വടക്ക് നോക്കി യന്ത്രം. അയ്യോ, വടക്ക് മാത്രല്ല നോക്കുന്നത്, തെക്കും ഒക്കെ നോക്കുന്നുണ്ട് അവള്. നല്ല കോസ്റ്റ്യൂം, താങ്ക് യു. നല്ല ഇത് രസമുണ്ട്. എന്റെ ഒരു ഫ്രണ്ടിന്റെ ഉമ്മ ഉണ്ട്. എന്റെ സ്ഥിരം എല്ലാ കോസ്റ്റ്യൂമും അവരാ തയ്ക്കുന്നത്, സ്റ്റിച്ച് ചെയ്യുന്നത്. ആണല്ലേ? ആണോ? ആ. എന്താ എന്താ അവരുടെ പേര്? പേരെന്താ? ലെനന്റെ ഉമ്മയാണ് തയ്ക്കുന്നത്. ലെനയുടെ ഉമ്മ നന്നായിട്ടുണ്ട് കേട്ടാ. യെസ്. ഓക്കെ. ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിച്ച എന്താ അറിയോ, ഈ മൈക്ക് പുറകോട്ടേക്ക് ഇങ്ങനെ വലിഞ്ഞു പോണുണ്ടേ. അപ്പൊ അത് എനിക്ക് മനസ്സിലായി, ഒരു ഫെയ്ഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയാ മനസ്സിലായി. പക്ഷെ സെന്റൻസ് തീരുന്നതിന് മുന്നേ ആണ് അത് മൈക്ക് ദൂരെ പുറകോട്ടേക്ക് പോയത്. പോകുന്നത്. അപ്പൊ എന്താവും, ഫുള്ള് കേക്കുവോ? കേക്കില്ല, മുറിഞ്ഞു ഫുള്ള് കേക്കില്ല. പിന്നെ വേറൊന്ന് ശ്രദ്ധിച്ചത്, അനുപല്ലവി പാടിയപ്പം എവിടെയൊക്കെയാ ബ്രെത്ത് എടുത്തേന്ന് മനസ്സിലായോ? ശ്രദ്ധിച്ചോ? ഇല്ല. ആ, ബ്രെത്ത് വേറെ സ്ഥലത്തേക്ക് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് അയ്യോ നായി പോവും. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അന്വി, ഓ, ഈ പാട്ട് പാടുന്ന കാണുന്നുണ്ടല്ലോ, നമ്മുടെ ഓഡിയൻസ് കാണുന്നുണ്ടല്ലോ. അപ്പൊ കാണുമ്പോഴത്തേക്ക് അവർക്ക് ടെൻഷൻ വരാൻ പാടില്ല. ഈ കുട്ടി ഇപ്പൊ പാടി അങ്ങനെ ഹൈ നോട്ട് ഇപ്പൊ പൊട്ടിപ്പോവോ എന്ന് തോന്നാൻ പാടില്ല. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരു ചിരി എപ്പോഴും കരുതണം. ചിരി, ഈ ചിരിയല്ലേ മനോഹരമായിട്ടുള്ള ഒരു ചിരി, അച്ഛനും അമ്മയും തന്നിട്ടുള്ള ഒരു ചിരിയാണ്. ചിരിക്കൂ. സ്പെയർ എ സ്മൈൽ ഫോർ യുവർ സെൽഫ്. നമ്മൾ പ്രാക്ടീസ് വേണം, നമുക്ക് ചിരിക്കാനും ഒരു പ്രാക്ടീസ് വേണമെന്ന് തോന്നുന്നു. പഴയ കാലത്ത് ചെന്നൈയിൽ ചിത്രചേച്ചിയായിട്ട് റെക്കോർഡിങ്ങുകൾക്ക് കൂടെ പോകാറുണ്ടായിരുന്നു ഞാൻ. അപ്പൊ ഞാനിങ്ങനെ മാറി നിൽക്കുന്ന ഒരാളായിരുന്നു ആ സമയത്ത്. അപ്പൊ ചേച്ചിയാണെങ്കിൽ എല്ലാവരും കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ചിരിച്ച് ഭയങ്കര നന്മയിൽ ഭയങ്കര വിനയത്തോടുകൂടി ചേച്ചി സംസാരിക്കും. അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പൊ ചേച്ചി വീട്ടിൽ വന്നിട്ട് വഴക്ക് പറയും, കുട്ടാ ഒന്നും ചിരിച്ചൂടെ പറയാ. അപ്പൊ ഒരു ചിരി, നമ്മള് ഒരാളെ കാണുകയാണെങ്കിൽ ഒരു ചിരി ഉണ്ടാക്കുന്ന വ്യത്യാസം വളരെ വലുതാണ്. അപ്പൊ ഈ ചിരി എപ്പോഴും വേണം. പിന്നെ ആദ്യത്തെ നോട്ട്സ് ഉണ്ടല്ലോ, സൂര്യകാന്ത, അത് ഏതൊക്കെയാണ് നോട്ട്സ്? വെരി നൈസ്, വെരി നൈസ്. അതിനൊരു കേട്ടില്ല. സാരി പാ ഇല്ലേ, ഈ സാരി പാ വരുമ്പോഴത്തേക്കും അരീന്ന് പായിലോട്ടുള്ള ജമ്പുണ്ട് ഇല്ലേ. അപ്പൊ ശ്രുതി ഒന്നാമത് ആദ്യം ആയതുകൊണ്ട് ഒന്നുകിൽ രീയോ അല്ലെങ്കിൽ പായോ നമ്മളോടൊന്ന് മാറി നിൽക്കാനുള്ള ചാൻസ് കൂടുതല. അപ്പൊ സൂര്യ കറക്റ്റ് രീതിയിൽ വരണം. സൂര്യകാന്ത വരണം, തങ്കത്തോണി സരിപാട്ടി സാ. അപ്പൊ ഈ സാരി പാ വരുമ്പോഴത്തേക്കും അതങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് പാടാനായിട്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. മോള് പാടിയ സ്ഥലങ്ങളിലൊക്കെ ഈ പ്രശ്നം. അൻവിക അല്ലേ? കൊള്ളാം. എനിക്കും പറയാനുള്ളത് ആ വോയിസിനെ പറ്റിയാണ്. ഒരു പ്രത്യേകതയുള്ള വോയിസാണ്, എന്തായാലും യുണീക്കായിട്ടുള്ള വോയിസാണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോളുടെ അതേ ശബ്ദത്തിൽ, തനതായിട്ടുള്ള ശബ്ദത്തിൽ തന്നെയാണ് ഈ മോള് പാട്ട് പാടുന്നത് എല്ലാ ഏരിയകളിലും. അപ്പോൾ ഈ ഹൈ പിച്ചൊക്കെ പാടുമ്പോൾ കുറച്ച് സ്ട്രെയിൻ ഉണ്ടാവും. നല്ല കാര്യമാണ് ഒറിജിനൽ ശബ്ദത്തിൽ പാടുക എന്നുള്ളത്. പലരും ഇപ്പോൾ ഫീമെയിൽ സിംഗേഴ്സ് പലരും ചിലപ്പോൾ സംസാരിക്കുന്ന ശബ്ദത്തിലായിരിക്കില്ല ചിലപ്പോൾ പാടുന്നത്, ഫോൾസ് വോയിസിലായിരിക്കും പാടുന്നത്. അത് എനിക്ക് തോന്നുന്നത് ചെസ്റ്റ് വോയിസ് കൂടുതലായിട്ട് വരുമ്പോ ഹെഡ് വോയിസിലോട്ട് ചെസ്റ്റ് വോയിസിന്റെ എലിമെന്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും. അതെ അതെ, ഹെഡ് വോയിസിലേക്ക് മാറ്റണം, ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, ഒന്ന് പാടാം. പാടാം, മനസ്സിലായോ വ്യത്യാസം? മനസ്സിലായോ? മറ്റേത് ആദ്യം പാടിയത് ഹെഡ് വോയിസിലേക്ക് മാറ്റി ഞാൻ. ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം പാടിയ പോലെ കുറെ പ്രാവശ്യം പാടണമെങ്കിൽ നമുക്ക് ഭയങ്കര സ്ട്രെയിൻ ആവും. അതെ അതെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലാസ്റ്റ് പല്ലവിയാണ്. ലാസ്റ്റ് പല്ലവി ആയപ്പോഴത്തേക്കും കുറച്ചും കൂടി അതിലേക്ക് ശ്രുതിയൊക്കെ ഒന്ന് റെഡിയായി, കുറച്ചും കൂടി ഭാവമൊക്കെ എനിക്ക് ഫീൽ ചെയ്തു ലാസ്റ്റ് പല്ലവിയിൽ. ബ്രത്ത് എടുക്കുന്ന ഭാഗം, ശൃംഗാര കാവ്യ കടാക്ഷങ്ങൾ ഇങ്ങനെ, അതുപോലെ തന്നെ പരാഗങ്ങൾ. അതെ, അപ്പൊ അത് ഒന്ന് ഒഴിവാക്കുക. എന്തായാലും നല്ല മിടുക്കിയായിട്ടുള്ള പാട്ടുകാരിയാണ്. ഇവിടുത്തെ കണ്ടസ്റ്റൻസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ശബ്ദങ്ങളിൽ ഒന്നാണ്. ഓക്കെ. അപ്പൊ സൂര്യകാന്ത കൽപ്പടവിൽ ഏറിയ ആര്യ ദയാൽ എന്ന നമ്മുടെ ക്യാപ്റ്റനും മധുവും ഞാൻ കൂടി തീരുമാനിക്കുന്ന മാർക്സ് എന്ന് പറയുന്നത് 95.75 out of 100. Thank you. അപ്പൊ ചക്കരെ
നേരത്തെ പറഞ്ഞ പോലെ മാജിക് പോലെ തന്നെ പാട്ടും പേടിക്കാതെ നമ്മൾ ചെയ്യണം. മാജിക് ചെയ്യുമ്പോൾ പേടിയൊന്നുമില്ലല്ലോ. അപ്പൊ ഇനി പേടി വരരുത്. സ്നേഹം കൊണ്ട് തല്ലൊക്കെ കൊടുക്കാൻ തുടങ്ങി മീനുട്ടി കേട്ടോ. നമ്മൾ ടോപ്പ് സിംഗറിൽ ഏറ്റവും കൂടുതൽ സിദ്ധിയുള്ള ഒരാളെ വിളിക്കാൻ പോവാണ്. സിദ്ധലക്ഷ്മി. യെസ്, സിദ്ധിയുള്ള ലക്ഷ്മിക്കുട്ടിയാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം സിദ്ധലക്ഷ്മി ഓൺ സ്റ്റേജ്. ഹലോ. ഹായ് സിദ്ധു. ആ ശബ്ദം കണ്ടില്ലേ? ഒരു കുയിലിനെ പോലെ, പൂങ്കുയിലിനെ പോലെ. കുയിലിന്റെ മണിനാദം കേട്ടു. അപ്പൊ മീനുട്ടി വരുമ്പോഴത്തേക്കും കുതിര കുളമ്പടി കേട്ടു. കേക്കട്ടെ, നല്ലതല്ലേ? കുതിര കുളമ്പടി മാത്രല്ല, കേട്ടു. എനിക്ക് മധുരെ കൊണ്ട് വയ്യ. അയ്യോ, ഈ സിദ്ധു ഒരു വളരെ പഞ്ചപാവം കുട്ടി എന്നല്ലേ നമ്മുടെ വിചാരം? അതെ, അങ്ങനെയല്ലേ? അങ്ങനെയാണോ? ഒരു സംശയമുണ്ട്. വീഡിയോ കണ്ടു നോക്കാം. എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ച എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ചേട്ടാ ചേട്ടാ ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ ഒളിഞ്ഞു കിടക്കുന്നുണ്ടല്ലേ? അതിനകത്ത് ഇതെങ്ങനെ വന്ന്? അതെങ്ങനെ വന്ന്? അത് ഞാൻ ഉണ്ടാക്കിയതാ. ഉണ്ടാക്കിയതാ? അതെങ്ങനെയാ? ഏതാണ് പാട്ട്? കല്യാണ സൗഗന്ധികം. കല്യാണ സൗഗന്ധികം. അതല്ല, പിന്നെ ഏതാ? കല്യാണ സൗഗന്ധികം. ആ, ഇത് ദേവര മാസ്റ്റർ. ആ, ഓക്കെ. Details. വാഴ്വ്യമായല്ലേ? ആ, പിന്നെ എം ജെ അങ്കിൾ ഒരു കാര്യം പറയാനുണ്ട്. പിന്നെ പറഞ്ഞാ മതിയോ? അല്ല, ഇപ്പൊ ആ. ഞാൻ ടോപ്പ് സിംഗറിൽ സെലക്ട് ആയതിനു ശേഷം അച്ഛൻ ഒരു കാര്യം ചെയ്യാണ്ട് മറന്നുപോയി. എന്തായിരുന്നു? അച്ഛൻ വർക്ക് ചെയ്യുന്ന റിസോർട്ടിൽ എന്നെ കൊണ്ടുപോവാന്ന് പറഞ്ഞു. അത് ഏത് റിസോർട്ടാണ്? ചതി ചേട്ടാ. ഏത് റിസോർട്ടാ? വയനാട്ടിലല്ലേ? ആ, വയനാട് സ്റ്റെർലിംഗ്. കൊണ്ടുപോകാം സാർ. ഞാൻ നമ്മളെ കൊണ്ടുപോകണോ? തീർച്ചയായിട്ടും നമുക്ക് എല്ലാവരും കൂടെ അങ്ങ് പോവാട്ടാ. അതെ, എല്ലാവർക്കും കൂടി പോവാം സാർ. ഇനി കൊണ്ടുപോകും. ഇവിടെ റെക്കമെൻഡേഷൻ പോയിട്ടുണ്ട്. ഒരു ലെറ്റർ കൂടെ എഴുതി ഒപ്പിട്ട് തരാം. കൊണ്ടുപോണേ. ഓക്കെ. അപ്പൊ ഡീറ്റെയിൽസ് പറയും. ഫിലിം വാഴ്വേമായം, ഇയർ 1970, ലിറിക്സ് വയലാർ രാമവർമ്മ സാർ, മ്യൂസിക് ദേവരാജ മാസ്റ്റർ, സിംഗർ പി സുശീലമ്മ. യെസ്, വെരി ഗുഡ്. അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കസ്തൂരി മാനിനെ കണ്ടു.
വെരി ഗുഡ് മോളെ. സിദ്ധുവിന് ഏറ്റവും വലിയ സിദ്ധിയല്ലേ സംഗീതം. അത് ഓരോ പാട്ടിലും തെളിഞ്ഞ് 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 വന്നോണ്ടിരിക്കുക. ഒത്തിരി ഇഷ്ടമായി കേട്ടോ. അങ്കിളിന്റെ ഗുരുനാഥനാണ് ദേവരായ മാസ്റ്റർ. നിന്നുടി, ഞാൻ ദേവരായ മാസ്റ്ററെ പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. വരിക ഗന്ധർവ ഗായക എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. തീർച്ചയായിട്ടും ഞാൻ സിദ്ധുവിന് അതിന്റെ ഒരു കോപ്പി കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്കും തരോ? എനിക്കും ഞങ്ങൾക്കും തരോ? എല്ലാവർക്കും തരാം. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും എൻ്റെ എക്സ്പീരിയൻസസ് ദേവരായ മാസ്റ്ററായിട്ടുള്ള അത്തരം കാര്യങ്ങളാണ്. മാസ്റ്ററുടെ നിന്ന് ഞാൻ എന്ത് പഠിച്ചു എന്നുള്ളതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ അത് വായിക്കുമ്പോഴത്തേക്കും എന്താണ് അന്നത്തെ ഒരു സംഗീതം, അന്നത്തെ രീതി എന്താണ്, മാസ്റ്റർ ആരായിരുന്നു, മാസ്റ്റർ എന്തുകൊണ്ട് മാസ്റ്റർ എന്ന് നമ്മൾ വിളിക്കുന്നു, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. മാസ്റ്ററുടെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണിത്. അത് മോള് പാടിയതിൽ എനിക്ക് വളരെ ഇഷ്ടമുണ്ട് കേട്ടോ. ഈ കല്യാണ സൗഗന്ധിക വരുന്നില്ലേ, അവിടെ ഒരു സംഗതി ഉണ്ടല്ലോ, അത് ഈ ടെമ്പോയിൽ പാടുമ്പോഴത്തേക്കും മോള് 1-2 തവണ അത് കൃത്യമായിട്ട് പാടി. പക്ഷെ ആദ്യത്തെ തവണ മോളൊന്ന് ജസ്റ്റ് ഒന്ന് റിട്ടാർഡ് ചെയ്ത് ഒന്ന് സ്ലോ ആക്കി, വലിഞ്ഞു. അത് അങ്ങനെ വലിഞ്ഞു, അത് വരണ്ട കേട്ടോ. അപ്പൊ അതെങ്ങനെ ചെയ്യാൻ പറ്റും? കല്യാണ സൗഗന്ധിക പൂ. ഇത് ഭയങ്കര രസമല്ലേ ഇപ്പൊ പാടിയത്? ഇനി കുറച്ചും കൂടെ ടെമ്പോ കൂട്ടി നോക്കാം. കല്യാണ കല്യാണ സൗഗന്ധിക പൂങ്ക. അക്ക എന്ന് പറയുന്നത് കുറച്ച് ലേറ്റ് ആണ്, അതാണ്. ഒന്നുകൂടെ പാടാമോ? ഈ താളത്തിൽ പാടാം. കല്യാണ സൗഗന്ധിക പൂങ്ക. കൊള്ളാം. ഇനി ടെമ്പോ കൂട്ടോ, കുറച്ചും കൂടെ. കല്യാണ കല്യാണ സൗഗന്ധിക പൂങ്ക. അത് വരും, കൃത്യമായിട്ട് വരും. എന്തുകൊണ്ടാണ്? നമ്മുടെ മോളുടെ ടാലന്റ് കൊണ്ടാണ്. അത് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികൾ നമ്മളെങ്ങനെ പഠിക്കും? ആദ്യം സ്ലോ ആയി, പിന്നെ കുറച്ചും കൂടെ ഫാസ്റ്റർ, പിന്നെ കുറച്ചും കൂടെ ഫാസ്റ്റർ. ശരിക്കും റെക്കോർഡിലുള്ള ടെമ്പോയിൽ പാടി നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒന്ന് പാടി നോക്കുന്നു. അപ്പോൾ കുറച്ചും കൂടെ ടെമ്പോയിൽ നമ്മൾ കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഈ ടെമ്പോയിൽ നമുക്ക് ഈസി ആയിട്ട് പാടാൻ പറ്റും. പിന്നെ ഈ മാനിനെ കണ്ടു എന്ന പാടാൻ, മാനിനെ കണ്ടു എന്ന് പറഞ്ഞു പഠിക്കേ. മാനിനെ കണ്ടു. അങ്ങനെ വരും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ എന്താണെന്നറിയാമോ? ആ മാതളം പാടിയില്ലേ, പഴം. അതെ, അത് ഭയങ്കര സ്വീറ്റ് ആയിരുന്നു, ആ മാതളപ്പഴം അല്ലേ? ഒന്നുകൂടെ പാടി. കൊതിയാണ് കേൾക്കാൻ. ഒന്ന് പാടി തരാം. മാനസകുമ്പിളിൽ അതിനു കുടിക്കുവാൻ മാതളത്തേൻ പഴം പിഴിഞ്ഞു വച്ചു. മധുരമാണ്, മധുരം. ഈ മധുരം അതാണ് കേട്ടോ. ഈ കല്യാണ സൗഗന്ധിക പൂ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത എന്തോ ഒരു മണമാണ്. അതാണ് സുഗന്ധം. ഒരിക്കലും അത് മിസ്റ്റീരിയസ് ആണ്. ആ മണമുള്ള പൂവാണ് ഈ കല്യാണ സൗഗന്ധികം. ഓക്കെ, അതുകൊണ്ടാണ് മാസ്റ്റർ ആ സൗഗന്ധികത്തിൽ ഈ സംഗതി ഇട്ടിരിക്കുന്നത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വിപുലീകരിച്ചത് മകളെ, കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സുശീലാമ്മ എങ്ങനെ പാടിയിട്ടുണ്ടോ അതുപോലെയൊക്കെ മാക്സിമം പാടാൻ ശ്രമിച്ചിട്ടുണ്ട് മോള് കേട്ടോ. വോയിസ് ഒരു പ്രത്യേക വോയിസ് ആണ് മോളുടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ മാനസ കുമ്പിളിൽ ആ ഒരു സ്റ്റാൻസ ഇല്ലേ, അതിൽ ആ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഇഷ്ടമായി. അത് ആഹാ എന്ന് പറഞ്ഞു പോയി ഞാൻ കേട്ടോ. ഈ കല്യാണ സൗഗന്ധികം സ്ലോ ആയി എന്നുള്ളത് മാത്രമേ ഉള്ളൊരു പ്രശ്നം. ബാക്കി പാടിയതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ക്ലാരിറ്റി ഉണ്ട് പാടുന്നതിൽ. ഉഗ്രൻ സിംഗറാണ് നമ്മുടെ സിദ്ധലക്ഷ്മി. അപ്പൊ ഇനി ഇഷ്ടംപോലെ നല്ല നല്ല പാട്ടുകളായിട്ട് വരൂ, ഞങ്ങൾ ആസ്വദിക്കട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ സിദ്ധുക്കുട്ടി മിടുക്കിയാണ് അല്ലേ? ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ അതിങ്ങനെ പ്രൂവ് ചെയ്ത് വരാണ്. അടിപൊളിയായിട്ട് പാടി. ചെറിയ കുഞ്ഞു മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെയാണ്, ചെറിയ ശ്രുതി പ്രശ്നം, കുറച്ച് അവസാനമാകുമ്പോൾ ക്ലാരിറ്റി കുറവ്. പിന്നെ ഞാനും ഇവിടെ ഗുഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതെ, മാനസക്കുമ്പിളിൽ പറഞ്ഞ ഭാഗത്ത് ഭയങ്കര രസമുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു അത് കേൾക്കാൻ വേണ്ടി. പിന്നെ ഈ കളിത്തോഴിയാമൊരു എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി അവിടെ പറയുമ്പം കളിത്തോഴിയാമൊരു കറക്റ്റായിട്ട് അത് വരാത്ത പോലെ തോന്നി. അങ്ങനെ ഒരു കുഞ്ഞു സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ അടിപൊളിയാണ്. യെസ്, അപ്പൊ നമുക്ക് സ്കോറിലേക്ക് കടക്കാം. Your score is 97.5 out of 100. സിദ്ധുക്കുട്ടി, ഓൾ ദ വെരി ബെസ്റ്റ്. ഓടാൻ നിൽക്കണോ? ബൈ. അപ്പൊ തന്നെ പോവാ മാർക്ക് കിട്ടിയത്. ടോപ്പ്
സിംഗർ വേദിയിൽ ഇനി ഒരു കിടിലൻ സോങ്ങുമായിട്ട് നമ്മുടെ സാരംഗ് എത്തുന്നു. ലെറ്റ്സ് വെൽക്കം സാരംഗ് കുട്ടൻ ഓൺ സ്റ്റേജ്. ഓ ആ പാന്റ് ലേറ്റസ്റ്റ് സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കും ബാഗി ബാഗി ജീൻസ് അടിപൊളിയടാ. ആഹാ നല്ല കോമ്പിനേഷൻ അല്ലേ? അതെ അതെ അതെ. സ്കൈ ബ്ലൂ, ലൈറ്റ് ബ്ലൂ. സാരംഗ് എപ്പോഴും നല്ല ഉഗ്രം വേഷം ഇട്ടിട്ടാ ആ ഒരു fashion icon ആണ് കേട്ടോ. ആണ്. നല്ല അടിപൊളി കോസ്റ്റ്യൂംസ് ആണ് ഇടാറുള്ളത്. സ്മാർട്ട് ബോയ് ആണല്ലേ അതെ നമ്മുടെ? അതെ അതെ അതെ. കണ്ടോ പക്ഷെ ശാന്തന ജെന്റിൽമാൻ ആണ് ആ അല്ലേ? കയ്യിന്റെ അറ്റത്തുള്ള കളർ വ്യത്യാസം കണ്ട് അതൊക്കെ കൊള്ളാല്ലേ. നല്ല കിടിലൻ. രസം. ആഹാ. മീനുടി എന്തോ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ജെന്റിൽമാൻ ആരാണ്? സാരംഗ്. സാരംഗ്. സാരംകുട്ടൻ. ഈ ഉടുപ്പ് ആരാ വാങ്ങിച്ചു തന്നെ? അച്ഛൻ. അച്ഛനാണോ? അതെ അതെ. സെൻസ് കൊള്ളാം കിടിലൻ അല്ലേ? selection ഫാഷൻ ആട്ടോ. സെൻസ്. ഞാൻ ഇതല്ലായിരുന്നു എടുക്കാൻ വിചാരിച്ചത്, വേറൊന്നായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോ എല്ലാരും പറയുന്നത് ഇത് രസമുണ്ട്. ഇത് ഇത് രസമുണ്ട്, അടിപൊളിയല്ലേ? നല്ല രസമുണ്ട്. ഇതൊക്കെ സ്റ്റൈലല്ലേ? അതെ. പാട്ട് ഏതാ കലക്കാൻ പോണേ നോക്കട്ടെ. മൗനം സ്വരമായി. ആഹാ, സൂപ്പർ. ഇവിടെ ഔസപ്പച്ചൻ ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഓർത്തു, ചില വലിയ മ്യൂസീഷ്യൻസിനെ നമ്മൾ കാണുമ്പോഴേക്കും അവര് വരുമ്പോഴത്തേക്കും ഒരു വൈബ് എന്ന് പറയുന്നത് അവരുടെ പാട്ടുകളാണ് അല്ലേ? correct. മൗനം സ്വരമായി, അല്ലെ ഉണ്ണികളെ കഥ പറയാം, പാതിരാമഴ ഏതോ ഹംസഗീതം പാടി, അന്തിവയിൽ അന്തിവയിൽ പൊന്ന്, ഈ പാട്ടുകളൊക്കെ ഔസപ്പച്ചൻ ചേട്ടൻ്റെ കൂടെ ഇങ്ങോട്ട് വന്ന പോലെ തോന്നി. അതെ. എന്നിട്ട് നമ്മുടെ കൂടെ കൂടിയ പോലെ തോന്നി. അങ്ങനെയാണ് പാട്ടുകാർക്ക് അല്ലേ? നമുക്കങ്ങനെയല്ലേ സാരംഗ? അതെ. അപ്പൊ ഇതൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുന്നത് തന്നെ അറിയാം. ഇപ്പൊ ഡീറ്റെയിൽസ് പറയൂ. മൂവി ആയുഷ്കാലം, ഉം. ഇയർ 1992, മ്യൂസിക് ഔസേപ്പച്ചൻ സാർ, ഉം. ലിറിക്സ് കൈതപ്രം സാർ, ഉം. സിംഗേഴ്സ് യേശുദാസ് സാറും ചിത്ര ചേച്ചിയും. കൈതപ്രം സാറിനെ പറ്റി പറയണം. എത്രയോ പാട്ടുകൾ അദ്ദേഹത്തിന്റെ ഇവിടെ പാടുന്നുണ്ട്. ഓ, അപ്പോഴൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അതെ. അല്ലേ? സാറിന് ഒരു വലിയൊരു നമസ്കാരം. നമസ്കാരം. ഗ്രേറ്റ് ഗ്രേറ്റ് ലെജൻഡാണ് അദ്ദേഹം. അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ഭാഗ്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഉം. ഈ പാട്ടും പല പാട്ടുകളും നമുക്ക് എത്ര അധികം പാട്ടുകളാണ് നമ്മുടെ മനസ്സുകളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ വെച്ചിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഓ. അങ്ങനെയാണ് കൈതപ്രം സാർ. അതില് ഞാൻ പാടിയിട്ടുണ്ടല്ലോ ഒരു നല്ല പാട്ട്. ചെന്താർമിഴി ആ, അതെ. പൂന്തേൻ മൊഴി. കണ്ണിന് കണ്ണാം എൻ കൺമണി. ഓക്കെ, തുടങ്ങാം. All the All the best. best. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായി മുരളികയോടെ ദൂരെ ജന്മം സഫലം എൻ ശ്രീരേഖയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ അറിയാതെ തെളിവേനലിൽ കുളിർമാരിയായി പെയ്തു നീ. അറിയാതെ തെളിവേനലിൽ കുളിർമാരിയായി പെയ്തു നീ. നീരവരാവിൽ ശ്രുതി ചേർന്ന വിണ്ണിൻ മൃദുരവമായി നിൻ ലയമഞ്ജരി. സ്വപ്നം മലരായി എൻ പൊൻവീണയിൽ ജന്മം സഫലം എൻ കൈക്കുമ്പിളിൽ.
വെരി ഗുഡ് വെരി ഗുഡ് Beautiful ഡാ. വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു. സാരംകുട്ടാ ഓ ഒത്തിരി ഇഷ്ടമാണ്. താങ്ക് യു സർ. എന്റെ പൊന്നു മകനല്ലേ. പക്ഷെ ഇവൻ പാടുമ്പോ എന്തോ എനിക്ക് എപ്പോഴും എന്തോ ഒരു സങ്കടം വരും കേട്ടോ. അത് എനിക്ക് അറിഞ്ഞൂടെ എന്തുകൊണ്ടാണെന്നുള്ളത്. അവന്റെ ഉള്ളിലുള്ള ഒരു ടാലന്റ് ഞാൻ കാണുമ്പോഴേ അത് എങ്ങനെയൊക്കെയാണ് അവന് ആ ഒരു ടാലന്റ് ഈശ്വരൻ നിറച്ചു വെച്ചിരിക്കുന്നതെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോഴേ ഇങ്ങനെ പൊട്ടിപ്പാടുകയാണ് പല സ്ഥലത്തും. അവന്റെ ഉള്ളിലുള്ള ആ മ്യൂസിക് എന്ന് പറയുന്നത് ഒരു വലിയ ആർത്തിരമ്പുന്ന തിര പോലെ ഇങ്ങനെ ഒഴുകാണ് പലപ്പോഴും. അത് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടാണ് തറച്ചു കയറണേ. അതുകൊണ്ടായിരിക്കും എന്റെ കണ്ണു തന്നെ. നല്ല മിടുക്കനാണ്. താങ്ക് യു സർ. മൗനം സ്വരമായി അത് പറയുന്നത് ഞാൻ പറയാതെ പറയുന്നതാണ്. മൗനമാണ്. പക്ഷെ ആ മൗനത്തിൽ പോലും പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെയാണ് നിന്റെ പാട്ട്. അതെ അതെ. അപ്പൊ അങ്ങനെയുള്ള പാട്ട് വരുമ്പോ എന്ത് ആവും? സ്വപ്നം മലരായി അത് സംഭവിക്കും. സ്വപ്നം മലരായിട്ട് വരും. എല്ലാ സ്വപ്നങ്ങളും ഇങ്ങനെ വിടർന്നു വരുന്ന ഉള്ളതാണ്. ഈ ബിഗിനിങ്ങിലുള്ള മൗനം ആ ബേസ് മൗനം കുറച്ച് ബുദ്ധിമുട്ടാണ്. മൗന്റെ ശബ്ദത്തിന്റെ റേഞ്ച് വേറെ കുറച്ചുകൂടെ മേളിലോട്ടാണ്. എന്നാലും അത് ഏകദേശം അവിടെ കൊണ്ടുവന്ന് ഒപ്പിച്ചില്ലേ, അതിനൊരു കൈ. പിന്നെ ഒരു സ്ഥലത്ത് ലിറിക്സ് ഒന്ന് മാറിപ്പോയില്ലേ? അതെ, മിഡ്പല്ലവി. സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ എന്നുള്ളത് ജന്മം സഫലം ഈ ശ്രീരേഖയിൽ അത് നേരെ മാറിപ്പോയിരുന്നു. ഒന്ന് കൈക്കുമ്പിളും മറ്റേത് ശ്രീരേഖയും മാറിപ്പോയി. ശ്രീരേഖ കറക്റ്റായിട്ട് ശ്രീരേഖയിൽ തന്നെ എത്തണ്ടേ. ഉണരും സ്മൃതി അലയിൽ ആരോ സാന്ത്വനമായി അത് വളരെ നന്നായിട്ട് പാടി കേട്ടോ. പിന്നെ ചില സൈലൻസസ് വന്നില്ലേ, മുരളിക യൂതി ദൂരെ അല്ലെ, അത് കഴിഞ്ഞിട്ടുള്ള ആ ഹമ്മിങ് ഒരിടത്തിൽ മാത്രം എനിക്ക് തോന്നി കുറച്ചൊന്ന് പെർഫെക്റ്റ് അല്ലാന്ന്. പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം വന്ന് ആ എന്നുള്ള ആ ഒരു അകാരം ഒന്ന് പാടാമോ? എന്തൊരു കോമ്പോസിഷൻ ആണല്ലേ. ആ ഒരു ഹമ്മിങ്ങില് നമ്മുടെ ഹൃദയത്തിന് ഇങ്ങ് പിടിക്കും. അതൊരു മാസ്റ്റർ മ്യൂസീഷ്യന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ പാടുമ്പോഴും അങ്ങനെ ആയിരിക്കണം. ഒന്നിച്ച് പാടാം. മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ ഉണരും സ്മൃതിയലയേ ആരോ സാന്ത്വനമായി മുരളികയൂതി ദൂരെ. എത്രയായാലും മതിയാവില്ല, നിന്റെ പാട്ട് കേട്ടാലും മതിയാവില്ല. എന്നാണ് സന്തോഷമുണ്ട്. അതേസമയം ഞാൻ പറഞ്ഞില്ലേ, നിന്റെ പാട്ട് ചില സമയത്ത് കേൾക്കുമ്പോ എനിക്ക് ഒരു വിങ്ങലും കൂടെ ഉണ്ട്. ഈ പാട്ട് ചിലപ്പോൾ അതിന്റെ ട്യൂണും അങ്ങനെ ആയതുകൊണ്ടാവാം, ഐ ഡോണ്ട് നോ. ബട്ട് ദാറ്റ് ഈസ് സാരംഗ് ഫോർ യു. അൾട്ടിമേറ്റ് ടാലന്റ്. താങ്ക് യു സർ. സാരംകുട്ടാ അസലായിട്ട് പാടി. താങ്ക് യു സർ. ആ മൗനം എന്നുള്ളത് കിട്ടിയില്ല, അത് കറക്റ്റായിട്ട് പാടാൻ പറ്റുമെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അത് പക്ഷെ അത് ഫ്രീ ആയിട്ട് പാടിക്കഴിഞ്ഞാൽ കിട്ടും. അതൊരു ടെൻഷൻ അടിച്ചിട്ട് പാടിയിട്ടാണ് കിട്ടാത്തത്. അപ്പൊ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പാടിയത്. പിന്നെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. MG അങ്കിള പറഞ്ഞ ആ ഭാഗമാണ് പിന്നെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായത്. ബാക്കി ഒന്നും എനിക്ക് പ്രശ്നം തോന്നിയില്ല. ഹൈ പിച്ച് ഒക്കെ ഈസി ആയിട്ട് പോകുന്നുണ്ട്. എല്ലാത്തിലും ഒരു എന്താ പറയാ, ഓരോ ലൈനിലും ആ ഫീൽ ഉണ്ട് പാടുന്നതിൽ, വേറൊന്നുമില്ല. ഓക്കെ, എന്തായാലും വെരി ഗുഡ്. നല്ല നല്ല പാട്ടുകളുമായി ഇനിയും വരൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അപ്പൊ സാരംകൂട്ടാ, ട്രസ്റ്റ് യുവർ സെൽഫ്. സാരംകൂട്ടന്റെ കഴിവുകളെ സാരംഗ് തന്നെ ട്രസ്റ്റ് ചെയ്യണം. അതാണ് ആദ്യം വേണ്ടത്. എനിക്കിത് കിട്ടുമോ, ഇത് കിട്ടാതിരിക്കുവോ, ഈ സ്കെയിലിൽ പറ്റുമോ പറ്റാതിരിക്കുവോ, അതെന്തോ ആയിക്കോട്ടെ, അത് ആ സമയത്ത് നമുക്ക് നോക്കാം. നമ്മൾ നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഗ്രൂമേഴ്സ് നമ്മളെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഇവിടെ സുഹൃത്തുക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. ആരും മോനൊരു മാർക്കിടാൻ വേണ്ടി ഇരിക്കല്ല, മോന്റെ ആ ജേണിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവരാണ് എല്ലാവരും. മനസ്സിലായോ? അപ്പൊ അതിനൊരു ഒരു 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 പേടിയോടെ അല്ല നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. നമ്മൾ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം? ഹാപ്പി ആയിട്ട് നമ്മൾ വെൽക്കം ചെയ്യണം.
അപ്പൊ എന്താ വേണ്ടത്? ട്രസ്റ്റ് യുവർ സെൽഫ്, അതെ അതെ Yes. അല്ലേ? അതെ. ഓക്കെ, എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. ബാക്കി തെറ്റുകളൊക്കെ വരും, അതൊന്നും കുഴപ്പമില്ല. അടുത്ത പ്രാവശ്യം നമ്മൾ എന്ത് വേണം? ടെൻഷൻ അടിക്കാതെ പെർഫോം ചെയ്യണം. ഓക്കെ ഓക്കെ, Okay. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Sarangutan going to be awarded 98.5 out of 100 today. താങ്ക് യു സർ. റൈറ്റ് ചെയ്തിട്ടല്ലേ മാർക്ക് പറഞ്ഞത്? ഓ, അതെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ബൈ. താങ്ക് യു. ഓക്കെ. നമ്മുടെ ടോപ്പ് സിംഗറിലെ ഒരു കുട്ടി കുറുമ്പി എത്താൻ പോവാണ്. ശിവകാമി കുട്ടി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം ശിവകാമി ഓൺ സ്റ്റേജ്. ഞാൻ ദൂരേന്ന് കണ്ടപ്പോ കറുത്ത ഉടുപ്പാന്ന് വിചാരിച്ചു, പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് നല്ല ഗ്രീൻ കളറാന്ന് മനസ്സിലായത് കേട്ടോ. സുന്ദരിയായിട്ടുണ്ട്, നല്ല ഉടുപ്പ്. താങ്ക് യു. അധികം സംസാരമൊന്നുമില്ല. നമ്മുടെ എസ്തർ കുട്ടിയെ പോലെ. എസ്തർ കുട്ടിയെ പോലെ, അതുപോലെ നമ്മുടെ സാരംഗിനെ പോലെ ഭയങ്കര ജെന്റിലാണ്. ഈ ജെന്റിൽ ആയിട്ടുള്ള നമ്മുടെ ശിവകാമി കുട്ടിയെ പറ്റി നമുക്ക് കൂടുതൽ അറിയാനായിട്ട് ഒരു പ്രൊഫൈൽ വീഡിയോ കണ്ടാലോ? ഓക്കെ. യെസ്. ഇന്ന് അവധിയല്ല, ഞാനും അച്ഛൻ്റെ കൂടെ ജോലി സ്ഥലത്ത് പോണ്. മിക്കവാറും എല്ലാ പരിപാടികളും തുടങ്ങുന്നത് നമ്മുടെ ശിവകാമിയുടെ പ്രയറോട് കൂടിയാണ്. ശിവകാമി എത്ര അസുഖബാധിതയായിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും ഒരു മൈക്കെടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കും, അവൾ അപ്പോൾ പാട്ട് തുടങ്ങും. പിന്നെ അവൾക്ക് അസുഖമേ ഇല്ല. ആ പാട്ട് കേൾക്കുന്നവർ ആരായാലും അതിൽ ലയിച്ചിരുന്നു പോകും. അതാണ് അവളുടെ ഒരു പ്രത്യേക സിദ്ധി. ടോപ്പ് സിംഗർ 6 ശിവകാമി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് എൻ്റെ മോൾക്കും ആ ഫ്ലോറിലൊന്ന് എത്തിച്ചേരാനായിട്ട് സാധിച്ചു. ഓരോ പാട്ട് മോള് സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഉള്ളിൽ വല്ലാത്തൊരു ടെൻഷനായിരുന്നു. കാരണം ശ്രുതി തെറ്റിപ്പോവോ, പിച്ച് പോവോ, അല്ലെങ്കിൽ അവൾ വരി മറന്നു പോവോ, അങ്ങനെയൊന്നും അല്ലെന്നില്ല നമ്മുടെ ടെൻഷൻ എന്ന് പറയുന്നത്. നമുക്ക് വർഷങ്ങൾ കൊണ്ട് അവളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചുമയാണ്. ചുമയെന്ന് പറഞ്ഞാൽ അത് സാധാരണ രീതിയിലുള്ളൊരു ചുമയല്ല, വരണ്ട് ഒരു വല്ലാത്ത രീതിയിലുള്ള ചുമയാണ്. തൊണ്ടയൊക്കെ വല്ലാതെ വലിഞ്ഞു മുറുകി ആദ്യമൊക്കെ ചെറിയ രീതിയിലൊക്കെ വരുള്ളായിരുന്നു. പിന്നെ 2-3 ദിവസം ആകുമ്പോഴത്തേക്ക് അതൊക്കെ കടുത്ത് ഭയങ്കരമായിട്ടുള്ള മോൾക്ക് സംസാരിക്കാൻ പോലും കഴിയത്തില്ല, ആ ഒരു അവസ്ഥയായിരുന്നു. രാത്രിയൊക്കെ മോളങ്ങനെ ഉറങ്ങാത്ത എത്രയോ ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. കരഞ്ഞ് അവസാനം വയറൊക്കെ വേദന എടുക്കണം അമ്മ, എനിക്ക് ഇനി ചുമയ്ക്കാൻ വയ്യെന്ന് പറഞ്ഞ് മോള് തളർന്നു കിടന്ന് ഉറങ്ങുമായിരുന്നു. മോളിപ്പോൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കഷ്ടിച്ചവൾ 1 വർഷം പോലും കണ്ടിന്യൂസ് ആയിട്ട് അവൾക്ക് സ്കൂളിൽ പോകാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം ഈ ചുമ കാരണം അവൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് അവൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അവസാനം മോളുടെ ചുമ ഇതേപോലെ കടുത്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ SIT കൊണ്ടുപോയി കൊണ്ടുചെന്ന് മോളുടെ ചുമ കണ്ടപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞ് എന്തായാലും നമുക്ക് അഡ്മിറ്റ് ചെയ്തേ പറ്റൂ. ഇങ്ങനത്തെ ചുമയ്ക്കുന്ന ഒരു കുട്ടിയെ കൊണ്ട് ഒരിക്കലും നിങ്ങൾ വീട്ടിൽ പോയാൽ അതിന് സ്വസ്ഥമായിട്ട് അതിനൊന്നും ഇരിക്കാനോ ഒന്നും ഉറങ്ങാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ എന്തായാലും മോളെ അഡ്മിറ്റ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ് എനിക്ക് അപ്പോഴത്തേക്ക് ഇനി ടോപ്പ് സിംഗർ എനിക്ക് പങ്കെടുക്കാൻ പറ്റൂലേ എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ അവസാനം നിവർത്തിയില്ലാതെ ഡോക്ടറോട് ഞാൻ സംസാരിച്ചു. ഡോക്ടർ ഇങ്ങനെ മൂക്കിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്, കൊണ്ടുപോകണമെന്നൊരാഗ്രഹമുണ്ട്.
എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ആദ്യം കുട്ടിയുടെ ഹെൽത്തല്ലേ നമുക്ക് പ്രധാനം, അത് കഴിഞ്ഞല്ലേ പാട്ട് എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ പോകുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഈ ചുമ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, അങ്ങനെ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ മോളെ കൊണ്ട് പൊക്കോ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ദൈവത്തിനെ വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ടോപ്പ് സിംഗർ എറണാകുളത്ത് നമ്മൾ ഓഡിഷൻ എത്തിയത്. സമയത്ത് എത്തിയപ്പോഴത്തേക്കും അവിടെ ചെന്നപ്പോഴത്തേക്കും മോക്ക് ഇതേപോലെ ചുമയും കാര്യങ്ങളും ഗ്രൂമിങ് ഒക്കെ നടക്കുന്ന സമയത്ത് അവൾ ചുമച്ചൊക്കെയാണ് പാടിയത്. പാടിക്കഴിഞ്ഞ് ആ സെലക്ഷൻ കിട്ടിയതിൻ്റെ ഒരു സന്തോഷം ഇതുവരെ നമുക്ക് ആസ്വദിക്കാനായിട്ട് എനിക്കും എൻ്റെ ഹസ്ബൻഡിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. നമ്മളെപ്പോഴും ടെൻഷൻ അടിച്ചാണ് ഇരിക്കുന്നതാണ്, ഈ ചുമ ഏത് നിമിഷം വേണമെങ്കിലും വരാം. വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മോളെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല, അത്ര ബുദ്ധിമുട്ടാണ്. ചെറിയ ചുമയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ പാടുന്ന നേരത്ത് ഞാനൊന്നും കാര്യമാക്കാറില്ല, അടിച്ച് പൊളിച്ചങ്ങ് പാടും. അതിന് കാരണം ഇവരാണ്. അമ്മ അടുക്കളയിൽ ഇടിയപ്പവും വെജിറ്റബിൾ കറി ഉണ്ടാക്കിയായിരിക്കും, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം. ചെറിയ അലർജിയുടെ പ്രശ്നമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ വേറെ ഒന്നും കഴിക്കാത്തത്. അസുഖമൊക്കെ മാറിയിട്ട് വേണമല്ലോ ഒന്ന് കഴിക്കാൻ. പോയി കുളിച്ചിട്ട് വാ. എന്നാ അച്ഛരുന്ന് ബാക്കി പറ, ഞാൻ കുളിച്ചിട്ട് വരാം. അവള് പറഞ്ഞത് ശരിയാ, ഇഷ്ടപ്പെട്ട ഒരുപാട് ആഹാരങ്ങൾ അവൾക്കുണ്ട്, പക്ഷെ അതൊന്നും ഇപ്പോൾ കഴിക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലല്ല. മരുന്നും പ്രാർത്ഥനയായിട്ടൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ശരിയാവും. ക്ലാസും ആത്മവിശ്വാസവും ഒന്നിച്ചു. ഇനി എന്റെ ടേണാണ്. ഞാൻ ജയ ശിവകാന്ത്. ഇത് കണ്ട ശേഷം ഒന്നുമേ പറയാൻ പറ്റുന്നില്ല. സത്യത്തിൽ ഈ അമ്മയ്ക്കൊരു വലിയൊരു എൻ്റെ നമസ്കാരമുണ്ട്. ഇതുപോലത്തുള്ള സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം അത് എത്ര ടഫാണെന്നുള്ളത്. ഈശ്വരൻ ഒരാൾക്ക് ടാലൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഷുവറായിട്ടും, അല്ലെങ്കിൽ കൊടുക്കത്തില്ല. ഇവിടെ ഇരിക്കുന്ന ഞാൻ തന്നെ അതിനുള്ള വലിയൊരു ഉദാഹരണമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ മോളുടെ കൂടെ നമ്മളുണ്ട്. ഈ മോൾക്കുള്ള ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ ഈശ്വരൻ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. നമുക്ക് വളരെ ധൈര്യപൂർവ്വം നമുക്ക് മുന്നോട്ട് പോകാം. അലർജിയെ നമുക്ക് നേരിടാം. അതിനൊക്കെ അപ്പുറമായിട്ടുള്ള ഒരു വലിയൊരു മ്യൂസിക് ടാലന്റ് ആണ് നമ്മുടെ ശിവഗാമി. യെസ്. And she is going to rock in Flowers Top Singer Season 6 for sure. Yes. മിടുക്കിയല്ലേ. അപ്പൊ ഏതാണ് പാട്ട്? ഇന്നലെ മയങ്ങുന്ന നേരം. ഇന്നലെ മയങ്ങുന്ന നേരം. ആ പാട്ടല്ലേ? ഡീറ്റെയിൽസ്? സിനിമ ചന്ദ്രലേഖ, സംഗീതം ബേണി ഗണേഷ്യ സാറ്, വരികൾ ഗിരീഷ് പുത്തഞ്ചേരി സാറ്, പാടിയത് സുജാതമ്മ, വർഷം 1997. അപ്പൊ സൂപ്പർ ആക്കിക്കോ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഇന്നലെ മയങ്ങുന്ന നേരം ഒളിച്ചെന്നെ വിളിച്ചവനാരോ, കുളിരോ കനവോ.
ശിവഗാമി കുട്ടിയുടെ പാട്ടോ. സൂപ്പർ സൂപ്പർ. നമ്മൾ ജഡ്ജ്മെന്റിലേക്ക് പോകുന്നതിന് മുന്നേ ശിവകാമിക്കുട്ടിയുടെ അമ്മ ഇവിടെ ഉണ്ടല്ലോ. അമ്മ ഭയങ്കര ആസ്വദിച്ച് ആദ്യമായിട്ടാണ് നേരിട്ട് ടോപ്പ് സിംഗറിൽ വന്ന് പാട്ട് കേൾക്കുന്നത്. അമ്മക്ക് എന്താ പറയാനല്ലേ? അമ്മ പ്രൊഫൈലിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്നാലും ചേച്ചിക്ക് ഇപ്പൊ എന്താ തോന്നണേ? ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഒരു അസുഖവും വരാതെ മോക്ക് നല്ലോണം പാടാൻ പറ്റത്തേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അതുകൊണ്ട് അത് അവൾ നന്നായിട്ട് പാടുന്നുണ്ട്. നമുക്കൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അമ്മയുടെ പ്രാർത്ഥനയൊക്കെ എപ്പോഴും കൂടെയുള്ള ആളാണ് അല്ലേ? അതെ, നമ്മുടെ ശിവകാമി കുട്ടിക്ക് ഹെൽത്ത് അടിപൊളിയായിരിക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല. അതെ, ഒരു കുഴപ്പമില്ല. ദൈവം കാത്തുരക്ഷിക്കും. നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഇങ്ങനൊരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം എന്തൊക്കെയോ ഉദ്ദേശിച്ചിട്ടുണ്ട്. നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോവാണ്. ഇനി ഒരു അസുഖം ഉണ്ടാവില്ല. ധൈര്യമായിട്ടിരുന്നോളൂ. ശിവകാമി ശിവകാമി അസലായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി. എനിക്ക് പാടി കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ എഴുന്നേറ്റ് ഒന്ന് കൈയടിക്കാം. ഓക്കെ, ഉഗ്രനായിരുന്നു കേട്ടോ. ആ അനുപല്ലവി, അതാണ് എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടത്. എനിക്ക് മാത്രമല്ല, എം ജി അങ്കിളിനും അത് പറഞ്ഞു. അടുപ്പത്തെ ചരണം. ചരണം 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 സോറി ചരണാണ്, ചരണം. ഫുൾ ചരണാണ്. അതെ, അതിന് ഇപ്പൊ തന്നെ ഒരു 100-ൽ 200 മാർക്ക് കൊടുക്കണ്ടോ? അതെ, സന്തോഷായി. പെർഫെക്റ്റ്. ആ പറയൂലേന്ന് പറയുന്നതൊക്കെ ഭയങ്കര രസത്തിലാണ്. അനുപല്ലവി തന്നെ നല്ലായിരുന്നു. അതിനേക്കാളും ഇടിലനായിരുന്നു ചരണം. അടുപ്പത്തെ പാൽക്കുടം തിളയ്ക്കുന്ന പോലെ ആശകൾ തുളുമ്പുന്നതായിരിക്കാം. തൊടിയിലെ കാക്കകൾ വിരുന്നു വിളിച്ചെന്നെ കൊതിപ്പിച്ചു രസിപ്പിച്ചതായിരിക്കാം. നാടു തെണ്ടും പുള്ളുവന്റെ നന്ദുണി മൂളിയതായിരിക്കാം. നങ്ങേലി പെണ്ണെ പറയൂലേ ഇന്നലെ മയങ്ങുന്ന നേരം ഒളിച്ചെന്നെ വിളിച്ചവനാരോ. കുളിരോ കനവോ കുഞ്ഞിക്കാറ്റോ കദളിപ്പും കിളിയുടെ പാട്ടോ. ഈ കുഞ്ഞു പ്രായത്തിൽ പാട്ടൊക്കെ ഇത്രയും ഫീല് കൊടുത്ത് ആ പെർഫെക്ഷനോട് കൂടി പാടുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു കാര്യമാണ്. ഇപ്പൊ തന്നെ ഒരു പിന്നണി ഗായികയുടേതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഇപ്പൊ തന്നെ വന്നു കഴിഞ്ഞു. അപ്പൊ എന്തായാലും വളരെ മിടുക്കിയായിട്ടുള്ള വെരി വെരി ഹൈ ടാലന്റഡ് ആയിട്ടുള്ള ഒരു സിംഗറാണ് നമ്മുടെ ശിവകാമി. ഇങ്ങനെയൊക്കെ പാടി കേൾക്കുമ്പോൾ വളരെ വളരെ സന്തോഷം തോന്നുന്നില്ല. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. അല്ല, ആ പാട്ടോ എന്ന് പറഞ്ഞിട്ട് അവസാനിക്കില്ലേ, ഒരു അബ്രപ്റ്റ് ആയിട്ടുള്ള സൈലൻസിലോട്ട് പോലെ അതിങ്ങനെ കറക്റ്റ് ആയിട്ട് ആ ഒരു ക്രിസന്റ് കൊണ്ടുവന്ന് നിർത്തും. അതെ അതെ അതെ. ഇതൊക്കെ എങ്ങനെ പഠിച്ചു പഠിച്ച് ചിലര് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വരത്തില്ല. പഠിച്ചാ വരണമെങ്കിൽ ടാലന്റ് ഉണ്ടാവണം. അതാണ് ശിവകാമിക്കുട്ടി കേട്ടോ. പിന്നെ അങ്കിൾ ഒരു സജഷൻ പറയട്ടെ. വെരി ഫസ്റ്റ് അല്ലേ, താളമില്ലാതെ അങ്ങനെ പാടുമ്പോഴത്തേക്ക് നമ്മൾ എന്താ പറയാ, അതിനെ നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ വിരുത്തം എന്ന് പറയാം. വിരുത്തം എന്ന് പറഞ്ഞാൽ താളമില്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് പാടുക. അതിന് ഇംഗ്ലീഷിൽ ഒരു പേരുണ്ട്, ആഡ് ലിബ് എന്ന്. ഇതിന്റെ അർത്ഥം വേറെ ഒന്നുമില്ല, അറ്റ് ലിബേർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗകര്യം അനുസരിച്ച്. അപ്പോൾ ആദ്യം അങ്ങനെ പാടുമ്പോൾ മുകളിലെ സൗകര്യത്തിന് പാടിക്കേ. അവിടെ ടെൻഷൻ വേണ്ട. തുടക്കത്തിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, അത് അങ്കിളിന് കേൾക്കാൻ പറ്റി കേട്ടോ. ആ ടെൻഷനാണ് കേട്ടത്. ഇനി മ്യൂസിക് കേൾക്കട്ടെ. ഇന്നലെ ആ മയങ്ങുന്ന നേരം കുറച്ചും കൂടെ കൂളായിട്ടോ, കൂൾ ഫ്രീ ആയിട്ട് ഫ്രീ. ഇന്നലെ ആ മയങ്ങുന്ന നേരം ഒളിച്ചെന്നെ വിളിച്ചവനാരോ. കുളിരോ കനവോ. ആ കുളിരോ എന്ന് പറയുന്നത് ശരിക്കും സൂചിച്ച് പാടുമ്പോഴേ ഒരു ഖു കൂടെ അതെ അതെ, കാറ്റ്. കുളിരോ അതുപോലെ കറക്റ്റ് ബ്ലോട്ടിംഗ് പേപ്പർ പോലെ ഇങ്ങനെ പിടിച്ചെടുത്തിരിക്കുകയാണ്. അതൊക്കെ ശ്രദ്ധിച്ചല്ലേ കള്ളക്കുട്ടി. അതെങ്ങനെ പറ്റുന്ന ഇവർക്ക് അങ്ങനെ പാടാന്ന് എനിക്ക് അത്ഭുതമാണ്. ശിവകുട്ടി ഒളിച്ചെന്നെ എന്ന് പാടിയതും അങ്ങനെയല്ലേ, ഒളിച്ചെന്നെ. അതിപ്പം കുളിരോ എന്ന് പറഞ്ഞപ്പം സെയിം. അതെ അതെ അതെ, പക്ക അതുപോലെ. ഇന്നലെ മയങ്ങുന്ന നേരം ഒളിച്ചെന്നെ വിളിച്ചവനാരോ. കുളിരോ
അവസാനം അതെ. അനുപല്ലവിയുടെയും ചരണത്തിന്റെ ചരണത്തിന്റെ end. അവസാനം ടിറ്റോ. അതെ. സൂചി ചേച്ചിയെ പിടിച്ചങ്ങ് വെച്ച് പടിപ്പുറവാതുക്കൽ തനിയെ നിൽക്കുമ്പോൾ പലതും തോന്നിയതായിരിക്കാം. മകയിരം കാവിൽ തിരിവച്ച് തൊഴുമ്പോൾ വെറുതെ മോഹിച്ചതായിരിക്കാം. മുറുക്കിത്തുപ്പും മുതുമുത്തശ്ശൻ കൈ നോക്കി ചൊല്ലിയതായിരിക്കാം. കണ്ണാടി മുല്ലേ പറയൂലേ. ഞാൻ സൂചി ചേച്ചിയുടെ അടുത്ത് പറയാം കേട്ടോ, ഇങ്ങനെ ഒരു ശിവകാമിക്കുട്ടിയുണ്ട്. ആ ശിവകാമിക്കുട്ടി ഈ പാട്ട് പാടി. അപ്പൊ ശരിക്കും സൂചി ചേച്ചി ഇങ്ങനെ 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 പിടിച്ച് കെട്ടിപ്പിടിച്ച് വെച്ചെന്ന് പറയാം. പറയട്ടെ പറയട്ടോ. വേറെ ഒന്നുമില്ലടാ, ഒരു അത്ഭുതമാണ് നീ. മുന്നേ പാടിയ പാട്ടൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുക. ഞാൻ വീട്ടിൽ പോയിട്ട് എത്ര പേരോട് പറഞ്ഞു എന്നറിയോ. അത് അതുപോലെ നെയിൽ ചെയ്യാൻ പറ്റുക പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അത് ഈ പ്രായത്തിൽ അത് പറ്റുക പറയുന്നത് ഒട്ടും ചെറിയൊരു കാര്യമല്ല. അസാധ്യ ടാലന്റ് ആണ് ശിവകാമിക്കുട്ടി. ഓക്കെ, ഇനി അസുഖമൊന്നും വരാതെ നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ഹെൽത്ത് ഒക്കെ നന്നായി വരട്ടെ. അപ്പൊ സൂക്ഷിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ ഇന്ന് ശിവകാമിക്കുട്ടി is going to be awarded 99 out of 100. മയങ്ങുന്ന നേരം ഒളിച്ചെന്നെ വിളിച്ചവനാരോ. ശിവകാമിക്കുട്ടി, ഞാൻ ഇവിടെ കേട്ടെ ഒരു സമ്മാനം തരാനുണ്ട്. പെർഫോമർ ഓഫ് ദ ഡേ. പാട്ടോ ഇന്നലെ മയങ്ങുന്ന നേരം ഒളിച്ചെന്നെ വിളിച്ചവനാ. ശിവകാമിക്കുട്ടിക്ക് വില്ലി വൈറ്റ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. അയ്യോ, കദളിപ്പും കിളിയുടെ പാട്ടോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ശിവകാമിക്കുട്ടി. God bless you. താങ്ക് യു സർ. Good night. അപ്പൊ ജഡ്ജസ്, നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കാണ്. ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒക്കെ ആയിട്ട് ഇന്ന് നമ്മൾ അടിച്ചു പൊളിച്ചു. നാളെ ഇതേ സമയം നമ്മൾ വീണ്ടും മനോഹരമായ എപ്പിസോഡുമായിട്ട് കാണും വരേക്കും എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ.